അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് ഏത് രൂപത്തിൽ വിശ്വസിക്കണമെന്ന് ഇസ്ലാം നമ്മോട് പറഞ്ഞുവോ ആ രൂപത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യ അനുധാവനം ചെയ്ത് ജീവിക്കേണ്ടതാണ്. കർമ്മങ്ങളിലും വിശ്വാസങ്ങളിലും അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് പൂർണ്ണമായും പിൻപറ്റേണ്ടതാണ്. പക്ഷേ കർമ്മരംഗത്ത് മുസ്ലിമീങ്ങൾക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങളും പാകപ്പിഴവുകളും സ്വാഭാവികമായും പൊറുക്കപ്പെടും. കർമ്മരംഗത്തുണ്ടാകുന്ന അബദ്ധങ്ങൾ അത് പൊറുക്കപ്പെടും. അതേസമയം വിശ്വാസരംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് രൂപത്തിൽ വിശ്വസിക്കപ്പെടണമെന്ന് ഇസ്ലാം നിർദ്ദേശിച്ചുവോ ആ രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ വിശ്വസിക്കുവാൻ മുസ്ലിം സഹോദരങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോൾ മാത്രമേ നാം ചൊവ്വായ മാർഗത്തിന്റെ ആളുകളാകുന്നുള്ളൂ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിനെ എങ്ങനെയാണ് നാം വിശ്വസിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കുവാൻ നമുക്ക് അവസരം ലഭിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിനെ കാണുവാനോ സംസാരിക്കുവാനോ നമുക്ക് സന്ദർഭമുണ്ടായിട്ടില്ല. എങ്കിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം എങ്ങനെ വിശ്വസിക്കും? തീർച്ചയായും അത് ലളിതമായ ചോദ്യമാണ്. അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. അള്ളാഹുവിന്റെ റസൂലിനെ കാണുവാനും ആ കാലഘട്ടത്തിൽ ജീവിക്കുവാനും നമുക്ക് സാധിച്ചില്ലെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന് സാക്ഷികളായ മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവരുടെ ജീവചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അവര് നബിയെ കുറിച്ച് എങ്ങനെ വിശ്വസിച്ചു അത് രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ്. അത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ വിശ്വസിച്ചു അത് പഠിക്കുക. അത് പഠിച്ച് അവരെങ്ങനെ വിശ്വസിച്ചോ ആ രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ചത് എങ്ങനെയാണ്? ധാരാളം ഹദീസുകളിൽ അത് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് വേണ്ടി തികച്ചും ലളിതമായ ഒരു ഹദീസ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കൊച്ചു ഹദീസ്, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഉമ്മു സുലൈം എന്ന സ്വഹാബി വനിതയുടെ മകനാണ്. ഒരിക്കൽ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ വീട്ടിലേക്ക്, അതായത് ഉമ്മു സുലൈമിന്റെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. ഉമ്മു സുലൈം അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബി വനിതയാണ്, അതോടൊപ്പം കുടുംബത്തിൽപ്പെട്ട സ്ത്രീ കൂടിയാണ്. സാധാരണ ക്ഷീണം തോന്നുമ്പോൾ ഉമ്മു സുലൈമിന്റെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിക്കുന്നതിന് വേണ്ടി വരാറുണ്ട്. അങ്ങനെ ഒരിക്കൽ വന്നപ്പോൾ എന്റെ ഉമ്മ അള്ളാഹുവിന്റെ പ്രവാചകന് കിടക്കാൻ വേണ്ടി ഒരു വിരിപ്പ് തയ്യാറാക്കി കൊടുത്തു. ആ വിരിപ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നു ഉറങ്ങിയപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫജാഅത് ഉമ്മി ബിഖാറൂറത്തിൻ, എന്റെ ഉമ്മ ഒരു കുപ്പിയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. ഉറങ്ങിക്കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു കുപ്പിയും കൊണ്ട് എന്റെ ഉമ്മ വരികയാണ്. ഫതസല്ലത്തിൽ അർക, ഉറങ്ങിക്കിടക്കുന്ന പ്രവാചകന്റെ തിരുമേനിയിൽ പൊടിഞ്ഞു പൊന്തിയ വിയർപ്പിന്റെ കണങ്ങൾ അതിങ്ങനെ സ്വന്തം വിരലുകൊണ്ട് വടിച്ച് വടിച്ച് കുപ്പിയിലേക്ക് ശേഖരിക്കുകയാണ്. ഫസ്തൈഖലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ പെട്ടെന്ന് ഉറക്കിൽ നിന്ന് ഉണർന്ന് ഉമ്മു സുലൈമിനോട് ചോദിക്കുന്നു, മാ തസ്നഈന, എന്താ ഉമ്മു സുലൈമെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഉമ്മു സുലൈമിന്റെ മറുപടി, നബിയെ, ഞാൻ ഈ കുപ്പിയിലേക്ക് അങ്ങയുടെ വിയർപ്പ് ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഞാൻ ഈ വിയർപ്പ് ശേഖരിക്കുന്നത്? പ്രധാനമായും രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഞങ്ങൾ കടയിൽ നിന്ന് പണം കൊടുത്തു വാങ്ങുന്ന സുഗന്ധദ്രവ്യങ്ങളിൽ അങ്ങയുടെ വിയർപ്പ് കൂട്ടിക്കൊടുക്കാറുണ്ട്. സുഗന്ധദ്രവ്യങ്ങളിൽ അങ്ങയുടെ വിയർപ്പ് കൂട്ടിക്കൊടുക്കും. വഹിയ മിൻ അത്യബി തീബിന, അങ്ങയുടെ വിയർപ്പ് ചേർത്തിക്കൊടുക്കുന്ന അത്തറ് മിൻ അത്യബി തീബിന, ഞങ്ങളുടെ സുഗന്ധങ്ങളിൽ വെച്ച് ഏറ്റവും മാറ്റുകൂടിയ സുഗന്ധമാണ്.
നബിയെ, അങ്ങയുടെ വിയർപ്പിന് സുഗന്ധത്തേക്കാൾ സുഗന്ധമുണ്ട്, അതുകൊണ്ടാണ് ഞാനത് ശേഖരിക്കുന്നത്. രണ്ടാമതൊരു കാര്യം, ഞങ്ങൾ വീട്ടിലാർക്കെങ്കിലും രോഗം വന്നാൽ അങ്ങയുടെ വിയർപ്പ് ബറക്കത്തിന് വേണ്ടി പുരട്ടി കൊടുക്കാറുണ്ട്. വീട്ടിൽ രോഗം വരുന്നവർക്ക് അങ്ങയുടെ വിയർപ്പ് ബറക്കത്തിന് വേണ്ടി, പുണ്യലബ്ധിക്ക് വേണ്ടി ഞങ്ങൾ പുരട്ടി കൊടുക്കാറുണ്ട്. അങ്ങയുടെ വിയർപ്പിന് ഔഷധവീര്യമുണ്ട് നബിയെ, അതുകൊണ്ടാണ് ഞാൻ ഈ വിയർപ്പ് ശേഖരിക്കുന്നത് എന്ന് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രതികരണം എന്താണ്? ഉമ്മു സുലൈമേ, അന്ധവിശ്വാസമാണല്ലോ, അനാചാരമാണല്ലോ. വിയർപ്പ് കുപ്പിയിൽ ശേഖരിച്ചാൽ കുറച്ചു കഴിയുമ്പോൾ ദുർഗന്ധമുണ്ടാവുകയില്ലേ? അതുകൊണ്ട് നീ അതിൽ നിന്ന് പിന്മാറണം എന്നായിരുന്നുവോ ഉമ്മു സുലൈമിനോട് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രതികരണം? ഇമാം മുസ്ലിം തന്റെ സ്വഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രബലമായ ഹദീസിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഉമ്മു സുലൈമിനോട് പറയുന്നു, ഉമ്മു സുലൈമേ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, സ്വവാബാണ്. എന്റെ വിയർപ്പിന് ഔഷധവീര്യമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ശരിയാണത്. എന്റെ വിയർപ്പിന് സുഗന്ധത്തെ വെല്ലുന്ന സുഗന്ധമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ശരിയാണത് എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂൽ ഈ സുഹാബി വനിതയുടെ ആ പ്രവർത്തനത്തെ അംഗീകരിക്കുന്നതാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിൽ നാം കാണുന്നത്. സഹോദരങ്ങളെ, നമുക്കെന്താണ് മനസ്സിലാകുന്നത്? തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് സ്വഹാബത്ത് വെച്ച് പുലർത്തിയിരുന്ന വിശ്വാസം തികച്ചും വ്യത്യസ്തമായിരുന്നു. കേവലം ആമിനയുടെ മകനായി, അബ്ദുള്ളയുടെ മകനായി മക്കത്ത് ജനിച്ച് മദീനത്ത് മരിച്ച മുഹമ്മദാണെങ്കിൽ ആ മുഹമ്മദിന്റെ വിയർപ്പിന് പ്രത്യേകതയൊന്നും കാണില്ല.